ഹായ് ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്തരച്ച് വെക്കുന്ന ഒരു നല്ല നാടൻ ചിക്കൻ കറി കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ ഒരു 3 അല്ലി ചുമന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് കറി ലീഫും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ തേങ്ങ പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടാനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ പെട്ടെന്ന് മൂത്ത് കിട്ടും. അപ്പോൾ തേങ്ങ ഒന്ന് മൂത്ത് വരട്ടെ. ഈ സമയം ഞാൻ കുറച്ച് കുരുമുളക് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചേക്കുന്ന ഗരം മസാല 1.5 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറി നല്ലപോലെ മൂത്ത് കിട്ടണം. എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല. ഈ രീതിക്ക് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത്രയും മതിയാവും. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മൺചട്ടിയില്ല തയ്യാറാക്കുന്ന ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. 3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് ഞാൻ സവാള ചേർക്കുന്നില്ല, ചുമന്നുള്ളി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളി നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല നല്ല റെസിപ്പിക്കായിട്ട് ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് ഒരു 2-3 പച്ചമുളക് കീറിയതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ വന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ വറുത്തരച്ച് വെക്കുന്ന ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറി ലീഫും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞുള്ളി ഒത്തിരി ഒന്ന് വഴന്നു പോകേണ്ടതായിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു പൊട്ടറ്റയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ വെച്ച് തന്നുകൊണ്ടിരുന്നേ. അപ്പോൾ ഒരു പൊട്ടറ്റ മതിയാവും. ഞാൻ വലുത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ചോറിൻ്റെ കൂടെ, കപ്പയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ അതുപോലെ തന്നെ വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ ചിക്കൻ കറി കേട്ടോ. ഇനി ഇതൊരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ചിക്കനിൽ നിന്നൊക്കെ ചെറിയ രീതിയിൽ വെള്ളമൊക്കെ ഇങ്ങനെ ഒന്ന് ഊറി വരാൻ തുടങ്ങും. ഇപ്പോൾ 2-3 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് വഴറ്റി വേണം എടുക്കാൻ. ചിക്കനിൽ നിന്നിപ്പോൾ വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് ഊറി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങ വറുത്തതിന് ശേഷം വെള്ളമൊന്നും ചേർക്കാൻ നമുക്ക് നല്ലതുപോലെ നല്ല വെണ്ണ പോലെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി അത് ചേർത്ത് കൊടുക്കുക. ജാറ് കഴുകിയ വെള്ളവും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം എടുക്കുന്നില്ല, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടെ മിക്സായി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ചിക്കൻ കറി ഇഷ്ടമാകും. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ചെറിയ തക്കാളി, ഞാനൊന്ന് പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ചിനി വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാ നല്ലതുപോലെ ചിക്കൻ കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട്, നല്ല മണമായിട്ടോ. അപ്പോൾ ഇനി ഇടയ്ക്കൊന്ന് നമ്മൾ മൺചട്ടിയും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് നമുക്കിതൊന്ന് ഇളക്കിയൊക്കെ വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അടച്ച് വെച്ച് തന്നെ നമുക്കിത് വറ്റിച്ചെടുക്കണം. ഈ സമയം ഇച്ചിരി കൂടെ ഗരം മസാല വേണം തോന്നിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കാം. മൺചട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഏതൊരു കറിയും അടിയിൽ പിടിച്ചു പോയാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ കരിഞ്ഞു പോകാതെ തീ മീഡിയത്തിൽ വെച്ച് വേണം നമുക്കിതൊന്ന് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാൻ. ഇടയ്ക്ക് ഇച്ചിരി കറി ലീഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ കറി ലീഫൊക്കെ ഒരുപാട് ചേർക്കുമ്പോൾ നല്ല മണമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കറി ലീഫ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇച്ചിരി ഏറെയൊക്കെ നമുക്ക് ഇങ്ങനത്തെ കറിയൊക്കെ നാടൻ കറിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയം ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പോ എരിവോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എരിവ് ചേർത്ത് മുളക് പൊടിയൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ കറി ലീഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. തണുത്തതിന് ശേഷം കണ്ടോ കറിയുടെ ഭംഗി നോക്കിയേ, എന്ത് രസമാണെന്ന് നോക്കിയേ. അപ്പോൾ ഇനിയും തണുക്കും തോറും ഇനിയും കുറുകി വരും കേട്ടോ കറി. മൺചട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ലൂസായിട്ട് ഇറക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ നാടൻ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും മണവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.